എങ്ങനെയുണ്ട് മാനേരെ നമ്മുടെ തമ്പിയുടെ കഥ? അടിപൊളി. ഇത് കാശ് തൂത്തു വാരും. മച്ചമ്പി എന്തിനു പറയണ? ഇത് മച്ചമ്പിയുടെ തലവരെ മാറ്റും. നോക്കിക്കോളി, ഈ പടം കഴിയുമ്പം മച്ചമ്പിക്ക് പിന്നെ കുത്തിയിരിക്കാൻ നേരം കാണില്ലേ. തമ്പി സന്തോഷമായടേ, സന്തോഷമായി. ദാ കണ്ട, എവരെ പോലുള്ള സാധാരണക്കാരാണ് പടങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് കഥ വായിക്കാൻ പറഞ്ഞത്. കേട്ടോ, സന്തോഷമായി. പിന്നെ അനിയാ, എന്റെ കയ്യില് പൂത്ത കാശോ കള്ളപ്പണം ഉണ്ടായിട്ടൊന്നല്ല ഇപ്പം സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ഇടയിറങ്ങി കുറെ സിനിമകൾ കണ്ട് ഹൃദയം നൊന്തിട്ടാ. ആക്രിമിക്രി എഴുതാറമത്തെ കുറെ കായിറക്കി പൈലുകള് തന്തയ്ക്ക് ഇവർക്കാത്ത കുറെ കഥയും പറഞ്ഞു വേണ്ടി പ്രൊഡ്യൂസർമാരെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ്. അയ്യോ, തമ്പി വായിച്ച പോലെ സിനിമയ്ക്കകത്ത് ഉള്ളി തട്ടുന്ന കഥയുണ്ടാവണം. കാണുന്നവരുടെ കണ്ണ് നിറയണം, ഹൃദയം പിടയ്ക്കണം, ഒപ്പം ചിരിച്ചിരിച്ച് കൊടലുകൾ വെളിച്ചാടണോ. അല്ലാതെ ഈ പൊടിപ്പയലുകളെ കഞ്ചാവ് വലിക്കാനും കള്ളു കുടിപ്പിക്കാനും ഈ പെണ്ണ് പിടിക്കാനും എരികേറ്റി വിടുന്ന കഥയൊന്നുമല്ല നമുക്ക് വേണ്ടത്. പിന്നെ തെറികൾ പറഞ്ഞ് കൈയടി വാങ്ങാനും വളി വെട്ടി ചേരിപ്പിക്കാനും ഏത് വേട്ടാവളിനും പറ്റും. പക്ഷെ അതൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള കഥയാണ് തമ്പി പറഞ്ഞത്. മണിക്കൂട്ടോ ബാക്കിയാണ്ട്. പിന്നെ തമിഴ്നാടൻ വിജയുടെ സ്റ്റൈലിലാണ് നടത്തം. മക്കളെ കഥകളൊക്കെ ഇഷ്ടപ്പെട്ടടാ? സൂപ്പറാ ഇருக்கு. അഴുക്കപ്പയല്ലേ മലയാളത്തിൽ പറയടാ. അടിപൊളി. കൈയോടങ്ങളെ തമ്പി നമ്മുടെ എസ് ഐയുടെ റോള് നന്ദൻ സാറിന് കൊടുക്കും. പിന്നെ എസ് ഐയുടെ മോനായിട്ട് യവൻ നടിക്കും. തമ്പിക്ക് അറിയാവാ, യവൻ നല്ല പൊളപ്പനായിട്ട് ചെയ്യും. അപ്പൊ തമ്പി കഥ എനിക്കും മച്ചമ്പിക്കും മോനും പിന്നെ എന്റെ പണിക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങാം. സന്തോഷമായല്ലേ? അപ്പൊ പണികൾ നടക്കട്ടെന്ന്. തിയേറ്റർ കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യം. നാളെ പടം ഒന്ന് റിലീസ് ആവട്ടെ. അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ താനെ കേറിക്കോളും. ഓക്കെ. അമേസിംഗ് സ്റ്റിൽസ്. സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. നാളെ ആദ്യത്തെ ഷോ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണായിരുന്നു. അപ്പോഴാ നിന്റെ വീട്ടിൽ നിന്ന് അർജന്റ് കോൾ. യാത്ര ഞാൻ മാറ്റി വെച്ചേനെ. പക്ഷേ വെറുതെ എന്തായാലും ഫ്രെഡ് ജാൻ ഫോൺ ചെയ്യില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയണ്ടേ? വന്നിട്ടറിയാ, സസ്പെൻസ് ആയിക്കോട്ടെ എന്നൊക്കെ. അപ്പൊ ശരിയടാ, ബൈ. വൈകിട്ട് ഇന്റർവ്യൂ കാണാൻ മറക്കണ്ട. ബൈ. ടേണിംഗ് പോയിന്റിന്റെയും കിഷോറിന്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മടങ്ങി വരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ശ്യാം, ഒരു മിനിറ്റ്. ഹലോ, ഇവ സംഗതിയൊക്കെ ആ കുഴപ്പം. എവിടെ നോക്കിയാലും നിനക്ക് വണ്ടി ഓടിക്കണം. നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ജീവി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ പറയുന്ന ഉത്തരവ് ഒന്നായിരിക്കും, പാമ്പ്. അല്ലെ? നമ്മുടെ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ അതിനെ തല്ലിക്കൊല്ലാനായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇപ്പോ അതിനെ ഉപദ്രവിക്കുന്നതിന് പകരം നമുക്കൊരാളെ വിളിക്കാം, ബാവ സുരേഷിനെ. ബാബു സുരേഷിന്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം, 9387974441. ഒന്നുകൂടെ പറയാം, 9387974441 എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബാബു സുരേഷ് പാമ്പുകളുടെ രക്ഷകനായിട്ട് അവിടെ. നിന്റെ ഫോണും തന്നെ വാവ സുരേഷ് അല്ലേ? അതിനകത്തുണ്ടല്ലേ. അതാരാ? ഇനി ആ സിനിമാക്കാരനായിരിക്കോ? എനിക്ക് പണിയായല്ലോ കർത്താവേ. നമസ്കാരം അച്ഛൻ. അല്ല, ആരാ?
ഞാൻ വാവ സുരേഷ്. ഓ, പാമ്പിലേക്ക് പിടിക്കുന്ന ആള്. അല്ല, ഇവിടെ എന്താ? ഇവിടെ പാമ്പ് കയറിട്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അയ്യോ, പാമ്പ് ഇത് കഷ്ടാവേ. അയ്യോ, ദാവീദേ, ഫ്രെഡി, പാമ്പടാ, പാമ്പ്. നിങ്ങൾ എങ്ങോട്ടാ ഇത്? കഥടയ്ക്ക് മനുഷ്യ. സാറാമേ, കുരിയാറ്റ പാമ്പ്, പാമ്പ്. സാറാമേ, കുരിയാറ്റ പാമ്പടാ, പാമ്പ്. അച്ഛോ, എവിടെയാ പാമ്പ്? എന്താണോ ഇത്? വല്ലവരുടെ വീട്ടില് വന്ന ദിവസമെങ്കിലും ഇതൊക്കെ ഒന്ന് വേണ്ടാന്ന് വെച്ചൂടെ? ശാപം. പെണ്ണും പിള്ളയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താൻ പറ്റില്ലച്ചോ. ഒന്നാമത് എപ്പോഴും പരാതിയാ. ഏതായാലും നടന്ന് താൻ വല്ല തുണിയെടുത്ത് കൊടുക്ക്. ആ വാവ സുരേഷ് ഇവിടെയൊക്കെ പാമ്പിന് അന്വേഷണം നടക്കുന്നു. വല്ല പൊത്തിലെങ്ങാൻ കേറിയോ? പാമ്പ് പാമ്പ്. എടി മറിയാമേ, നീ വല്ല തുണിയെടുത്ത് കൊടുക്കണേ. സാറാമേ, നിങ്ങളൊന്ന് എണീക്കണ്ട. ഒന്ന് എഴുന്നേക്ക. പാമ്പ് ഇവിടെ, പാമ്പ്. പാമ്പോ? എവിടെ പാമ്പ്? കിട്ടൂ പാവേ. ആ, നോക്കാം. ഇതാരാളിയാ? നിങ്ങളൊക്കെ പാമ്പിനെ എടി മറിയാമേ, എന്റെ കൂടെ പാടി. ഇത്രയും വലിയ വീടായോണ്ട് കണ്ടുപിടിക്കാനും പ്രയാസമായിരിക്കും. നോക്കി അതിനകത്ത് പാമ്പ് ഇഷ്ടപ്പെട്ടു. അവിടെ എങ്ങനെ ഉണ്ടാ? ദൈവമേ, കായത്തൊക്കെ നോക്കി ചിലപ്പോ അടി കൂടെ വരും. മറിയാമേ, നീ അടി ഭാഗത്ത് അടിയിലൊക്കെ സൂക്ഷിച്ചു. കൊണ്ടുപോണേ. അങ്ങോട്ട് പോരേ. ഷഫീഖ, വണ്ടി എടുത്തോ.
കിട്ടിയോ? കിട്ടി. ഏത് കോത്താഴത്താണോ നന്നായിട്ട് നമ്മളെ കൊണ്ട് വിട്ടിരിക്കുന്നു. മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ഇതുപോലത്തെ ഒരു സ്ഥലം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. നമ്മുടെ പടം ഇപ്പൊ നൂൺ ഷോ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വാ, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. സ്വന്തം പടത്തിന്റെ ആദ്യ ഷോ നടക്കുമ്പോ ഇങ്ങനത്തെ അവസ്ഥയിൽ ഒളിച്ചു താമസിക്കണ്ടാവുന്നല്ലോ. ഈ സിനിമ ഉണ്ടാക്കാൻ നീ എത്ര കഷ്ടപ്പെട്ടു? അത്രയൊന്നും ഇല്ലല്ലോ ഇത്. ദേ നന്ദേട്ടൻ. ഷെഫിക്ക, എന്താടാ? എന്തായി നന്ദേട്ടാ? നന്ദേട്ടാ പ്ലീസ് ഒന്ന് പറ, എന്തായി നമ്മുടെ സിനിമ? എടാ അത് പടം സൂപ്പർ ഹിറ്റാണ്. റിലീസ് ചെയ്ത 40 സെന്ററുകളിലും ഹൗസ്ഫുള്ള്. ചാനലിലൊക്കെ ചർച്ചാ വിഷയം ടേണിംഗ് പോയിന്റിനെ കുറിച്ചല്ലേ? പിന്നെ ഫേസ്ബുക്കിലൊക്കെ അഭിനന്ദന പ്രവാഹമാണ്. എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഈ സബ്ജക്ടിന്റെ പുതുമയാണ്. എന്തായാലും ഇനി കുറച്ചു കാലം മലയാള സിനിമ നിന്റെ കൈകളിലായിരിക്കും. ആ പിന്നെ ഇവ തന്റെ പപ്പ വിളിച്ചിരുന്നു, നിങ്ങളെ രണ്ടുപേരും ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ എല്ലാം സോൾവ് ആയടാ. ആ പിന്നൊരു ബാഡ് ന്യൂസ് ഉണ്ട്. പടം ഹിറ്റാണെന്ന് അറിഞ്ഞതും പീതാംബരന്റെ ബോധം പോയി. ഇപ്പോ ICUലാണെന്ന് അറിഞ്ഞത്.